star singer. പാർവതി എങ്ങനെയുണ്ടായിരുന്നു? അറിയില്ല അല്ലേ? ബട്ട് ഹൗ ഓൾഡ് യു? എത്ര വയസ്സായി? 19? 18? ഓക്കെ, നമുക്കിനി ജഡ്ജസിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഇൻഫാക്ട് ഐ ഡോണ്ട് നോ വെദർ യു നോ ഈ സോങ്ങിലെ ഒരു ചെറിയ ബിറ്റ്, ക്ലാസിക്കൽ ബിറ്റ്. സോ നമുക്ക് വിൽ സ്റ്റാർട്ട് വിത്ത് ഹിം ആൻഡ് യു വിൽ ഹാവ് ടു സിംഗ് ഓൾസോ. എനിക്ക് ശരിക്കും പറഞ്ഞ ഓർമ്മയില്ല ശരിക്കും ഇത് ഞാനാണ് പാടിയതെന്ന്. പിന്നെ ഈ പാട്ട് കേട്ടപ്പോഴാണ് ഓ ശരി ഇതിലൊരു ചെറിയ ബിറ്റ് ഞാൻ രാജാ സാർ എന്നെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ആദ്യം പാട്ടിനെ കുറിച്ച് പറയാം ഞാൻ. മോളെ നന്നായിരുന്നു പാർവതി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് മോളുടെ വോയിസിൽ ഓൾദോ കുറച്ച് ടെൻഷൻ ഉണ്ട്, അത് തീർച്ചയായിട്ടും ഒഴിവാക്കി കളയണം. ഓക്കെ, പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് മോളുടെ ഒരു ഫ്ലോ ഉണ്ട്, ഒരു ഈസി ഫ്ലോ ഓഫ് സിംഗിങ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾദോ ദ ടെൻഷൻ ഉണ്ടെങ്കിലും there was an ease with which you could sing the sangadis and എല്ലാം. അവിടെ എവിടെയൊക്കെ ചെറിയ സ്ലിപ്സ് ആൻഡ് ലിറ്റിൽ ശ്രുതി ഹിയർ ഔട്ട് ആൻഡ് ദാറ്റ് വളരെ കുറവാണ്. എസ്പെഷ്യലി ആ രാസകേളി അത് ലാസ്റ്റ് ഇതിൽ എൻ്റെ മാത്രം അങ്ങനെ, പിന്നെ സ്റ്റാർട്ടിങ് മാത്രം എന്നോടേറെ ആ സ്ഥലത്തൊക്കെ. അപ്പോൾ നമ്മൾ ആ സ്ഥലം എനിക്കൊന്ന് ജസ്റ്റ് ടു റിഫ്രഷ് മൈ മെമ്മറി, ഇത് ഞാൻ പാടിയതാണെന്നൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് ആ സ്ഥലം പാടും. സോ ഞാനും അതിന് റിപ്പീറ്റ് ചെയ്ത് പാടി നോക്കട്ടെ. ശ്യാമവൃന്ദാരണ്യം രാസകേളിയാമം നീ കുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം മപനിജ ഗരിജ സരിനിധ മപനിജ ഗരിജ സരിനിധ മപനിജ. പിന്നെ അത് കഴിഞ്ഞ് ശരിക്കും ഒരു തക്കതീമി അങ്ങനെ എന്തോ ഒരു സാധനം വരും, അത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എനിവേ താങ്ക്സ്, നന്നായിരുന്നു പാർവതി. പാർവതി നന്നായിരുന്നു പാർവതി. താങ്ക് യു സർ. മോളെ അവിടെ ഇവിടെ കുറച്ച് ശ്രുതി പ്രശ്നങ്ങളും കുറച്ച് തെന്നലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ ഏറെ അപ്പോൾ പലവി തന്നെ പിന്നെ എന്നാൽ എന്നുള്ളതൊക്കെ കുറച്ച് അറിയുന്നത് ഞാൻ പറയുന്നത് കേട്ടോ മോളെ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറേ കൂടെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ ഉള്ള കുഴപ്പങ്ങളും കൂടെ ഇതും ഇല്ലായിരുന്നത് നന്നായിരിക്കുമല്ലോ. അത് മോള് കുറച്ചും കൂടെ ഡൈനാമിക്സ് അതിൻ്റെ ഒരു ഘനശ്യാമവൃന്ദാരണ്യം അപ്പോൾ അതിന് കുറേ കൂടെ എന്നൊരു പ്ലെയിൻ നോട്ട്സ് പാടുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൈഫ് ഉണ്ടാവും മോള് പാടുമ്പോൾ. അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. കാര്യം അത് നമ്മളത് എന്ന് പറഞ്ഞ് മെനക്കെട്ട് കാക്കി അത് വേണ്ട കേട്ടോ. കാക്ക കൂടെ നേരെ പാടിയാൽ കാക്കയ്ക്ക് വേണ്ടിയല്ലേ, ഇല്ല കാക്ക കേൾക്കാൻ പറ്റത്തില്ല. അപ്പം അതിന് വേണ്ട പാട്ടിന് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എല്ലാ പാട്ടിനും അങ്ങോട്ട് എടുത്തിട്ട് മറ്റേ ഇന്നലെ എന്താണ് എന്നടി മുനിയമ്മ കണ്ണിലെ മയ്യ് എന്നാക്കേണ്ട കാര്യമില്ല. അപ്പം അത് ചില പാട്ട് ചിലതിന് വേണ്ടതിന് നമ്മൾ ഡൈനാമിക്സ് വേണം. അപ്പോൾ കുറേ കൂടെ ഇവിടെ വന്ന് അടിക്കും. അത് ശരിയാക്കിയാലും വളരെ നല്ലതാണ് കേട്ടോ മോള്. ഓൾ ദി ബെസ്റ്റ്. പാർവതി സർ, ഇൻട്രഡക്ഷൻ വളരെ നന്നായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് ആരംഭിക്കുന്ന ഘനശ്യാം ആരംഭിച്ച് വളരെ നന്നായിരുന്നു. പിന്നെ പല്ലവി നന്നായിരുന്നു. ഈ പറഞ്ഞ മാതിരി ഡെലിക്കസി ഉണ്ട് ടോട്ടൽ പാട്ടിൽ, ഒരു ചെറിയൊരു ഡെലിക്കസി ത്രൂ ഔട്ട് കിടക്കുന്നുണ്ട്. അത് ആ ഡെലിക്കസി പോകണമെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണാച്ചി പറഞ്ഞ മാതിരി ഭാവം കുറച്ചുകൂടി കൊടുത്താൽ ആ ഡെലിക്കസി മാറി കിട്ടും. പ്ലസ് എസ്പെഷ്യലി ആ ചരണത്തിൻ്റെ തുടക്കങ്ങളാണ്. 2 ചരണത്തിന്റെ തുടക്കത്തിൽ 2 ലൈൻ വളരെ ഡെലിക്കേറ്റ് ആണ്. ഒന്നും പാടാമോ ഒരു ചരണം ജസ്റ്റ്? മന്ദഹാസ പുഷ്പം ചൂടും സാന്ദ്ര ചുംബനമേകും സുന്ദരാ
തേടും ഹൃദയഗീതം മൂളും. ഓക്കെ, മൂളും ഒന്ന് ശരിയാക്കാനുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ എന്തൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇതിപ്പോ സ്ലോയിൽ പാടിയതാണ്, പക്ഷെ ഇതേ ഭാവം ഫാസ്റ്റായിട്ട് പാടുമ്പോഴും വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കും ഇത്. ഓക്കെ, പിന്നെ അതുപോലെ മന്ത്രമൂതി അവസാനത്തെ പല്ലവിയിലെ ആ ലൈൻ എന്താണ്? ആ അവസാനത്തെ പല്ലവിയുടെ അതുപോലെ കുയിൽ പാട്ടിന് എന്തോ ഒരു ഇംപ്രവൈസേഷൻ, പാകാരി എന്തോ പാടുന്നുണ്ടല്ലേ? ജസ്റ്റ് ആ ലൈൻ ഒന്ന് പാടാമോ? ഘനശ്യാമവൃന്ദാരണ്യം രാസകേളിയാമം നീകുഞ്ചങ്ങൾ കുയിൽ പാട്ട്. അത് ഫ്ലാറ്റ് ആണ്. അത് നീകുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്ന കുറച്ച് ഷാർപ്പായി. അല്ല, അത് കുഴപ്പമില്ല, അതൊരു ഇംപ്രവൈസേഷൻ ആണ്. ചെറുതായിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും ചേർന്നാൽ വളരെ നന്നായിരിക്കും. ഓൺ ദ ഹോൾ നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചാക്കോച്ചൻ. പാർവതി രണ്ടാമത്തെ റൗണ്ടല്ലേ? അതെ. പാർവതി ഇവിടെ വന്ന് നിൽക്കുമ്പോഴുള്ള ടെൻഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമായിട്ട് വരികയാണ്. ടെൻഷൻ കണ്ടിട്ട് എനിക്ക് ടെൻഷനായി. എൻ്റെ BP കൂടിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത്രയും ടെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം. പക്ഷെ പാട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തീരെ ഫീൽ ചെയ്തില്ല. അപ്പോൾ അതൊരു വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇനിയും തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ടെൻഷൻ ഒരു ആവശ്യമില്ലാത്ത ടെൻഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് ഒഴിവാക്കുക. ബാക്കിയെല്ലാം ജഡ്ജസ് പറഞ്ഞ പോലെ വളരെ നന്നായിട്ട് പാടി. ഗുഡ് വർക്ക്. താങ്ക് യു ജഡ്ജസ്. ഓക്കെ പാർവതി, നമുക്ക് ഇനി മാർക്സിലേക്ക് കിടക്കാം. അതിന് മുമ്പ് കൂടെ ആരാ വന്നിരിക്കുന്നത്? എൻ്റെ മേമ, അച്ഛൻ്റെ മേമയ്ക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. നമുക്ക് മാർക്സ് ഇഷ്ടപ്പെട്ടോ നോക്കാം കേട്ടോ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ മാർക്സ്. ആസിഫ് അച്ഛൻ സർ 30 18 out of 30. ഉണ്ണിയാച്ചാ? എൻ്റെ ഒപ്പം പാടിയതിന് 17. ശരത് സർ? എൻ്റെ ഒപ്പം പാടാതിരുന്നതിന് 17. I knew that was coming. Chakocha, out of 10? 8 points. 8 out of 10. Okay, so total 60 marks ആണ് പാർവതിയുടെ പർട്ടിക്കുലർ സോങ്ങിന് ജഡ്ജസ് നൽകിയത്.